ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. സംബന്ധമായ നേരിയ പ്രശ്നങ്ങളുണ്ടെന്നും റിപ്പോർട്ട്. ശ്വാസകോശത്തിൽ അണുബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 14-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ എങ്ങനെയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി? മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമായി തന്നെ അല്ലെങ്കിൽ അതിസങ്കീർണമായി തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നേരത്തെ 2 ദിവസം മുമ്പുണ്ടായിരുന്ന ഒരു ആശ്വാസകരമായ ആശ്വാസകരമായ ഒരു സംഭവവികാസത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് അറിയിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന് രക്തമാറ്റ ചികിത്സ നൽകിയിരുന്നു. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കാര്യമായി കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ രക്തമാറ്റത്തിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. നിലവിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ഇതിനിടെയാണ് അദ്ദേഹത്തിന് നേരത്തെ ദൃശ്യം സൂചിപ്പിച്ചതുപോലെ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അതിന് താൽക്കാലികമെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഒരു മൾട്ടിപ്പിൾ ഓർഗൻ ഇൻഫെക്ഷനിലേക്ക് കാര്യങ്ങൾ പോകുന്ന സൂചനകളാണ് വരുന്നത് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച തുടർ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ന്യൂമോണിയയുടെ കാഠിന്യം ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ടുണ്ട് എങ്കിൽ കൂടി അത് കാര്യമായി പടർന്നു പിടിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കൂടി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പറയത്തക്ക പുരോഗതി കൈവരിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങളില്ല. ആശങ്കയ്ക്കുള്ള സാഹചര്യമില്ല എന്ന് അറിയിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഗുരുതരമായ നിലയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് വത്തിക്കാനിൽ നിന്നും പുറത്തുവരുന്നത്. ദൃശ്യ നാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.